തൊടുപുഴയിൽ നിന്ന് കാണാതായ ആളെ കൊലപ്പെടുത്തിയതായി സംശയം. തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെയാണ് കാണാതായത്. ഇയാളെ കാണാതായി കാണിച്ച കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ കൊലപ്പെടുത്തി എന്ന് കരുതുന്ന സ്ഥലത്ത് ഗോഡൌണിൽ തെളിവെടുപ്പ് നടക്കുന്നതാണ് നമുക്കിപ്പോൾ, പരിശോധന നടത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ആ വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ കൂടി ചേരുകയാണ്. ജോസിൽ, എനിക്ക് തോന്നുന്നു ഇതാ ഗോഡൌണിലാണ് പോലീസ് ഇപ്പോൾ ആ പരിശോധന നടത്തുന്നതെന്ന് തോന്നുന്നു. കൊലപാതകം നടന്നു എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത് എങ്ങനെയാണ്? മനു, ഇത്തരത്തിൽ ഈ ഗോഡൌണിൽ ഇത്തരത്തിൽ കുഴിച്ചുമൂടിയെന്ന് സംശയിക്കുന്ന ഗോഡൌണിൽ പോലീസ് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതികളെ 4 പേരെയും എത്തിച്ചാണ് ഇപ്പോൾ ഇവിടെ ഈ പരിശോധന നടത്തുന്നത്. ഇവർ ഇത്തരത്തിൽ പ്രതികൾ എന്ന് സംശയിക്കുന്ന ഒരാളും ഈ ബിജുവുമായി നേരത്തെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളിൽ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ കേസും നിലവിലുണ്ടായിരുന്നു. തൊടുപുഴ പോലീസിലും ഉപ്പുതറ പോലീസിലും ഈ സാമ്പത്തിക ഇടപാടുകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിയിൽ ഒരാൾ നേരത്തെ പരാതിപ്പെട്ടിരുന്നു. ആ പരാതി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സാമ്പത്തിക ഇടപാടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയി, കൊട്ടേഷൻ സംഘടനകളെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി ഈ ഭീഷണിപ്പെടുത്തി പണം തിരികെ മേടിക്കാൻ ഇടയ്ക്ക് ഈ ബിജു എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അതിനുശേഷം ഈ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ചെയ്തത് എന്നതാണ് പ്രതികൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ പ്രതികൾ ഈ കാപ്പ കേസ്, കഴിഞ്ഞ ദിവസം അറസ്റ്റായ കാപ്പ കേസ് പ്രതി ഈ കൊല്ലപ്പെട്ടയാളെ ചവിട്ടിപ്പിടിച്ച് ഈ വണ്ടിക്കുള്ളിൽ വെച്ച് ചവിട്ടിപ്പിടിച്ചപ്പോൾ ആണ് ഈ മരണകാരണം എന്നാണ് ഇപ്പോൾ ഈ പ്രതികളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇവർ ഈ മരണപ്പെട്ടതിനെ തുടർന്ന് മറവ് ചെയ്യുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ കാപ്പ കേസിൽ പ്രതിയായ ഒരാളെ ഈ പരിസരത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ നേരത്തെ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കൊല്ലപ്പെട്ടയാളെ കാണാതായി എന്നുള്ള രീതിയിൽ പരാതി ലഭിച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ കാപ്പ കേസ് പ്രതിയെ ഈ പരിസരത്ത് നിന്ന്, അതായത് കലിയന്താനിയിൽ നിന്ന് പിടിക്കുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം, ഈ കാണാതായ ആൾ കൊല ചെയ്യപ്പെട്ടു എന്ന നിലയിലേക്ക് പോലീസ് എത്തിയത്. മനു, ഈ ഗോഡൌൺ ഇത് എവിടെയാണ്? തൊടുപുഴ ടൗണിനടുത്ത് തന്നെയാണോ അതോ ചുങ്കത്ത് എവിടെയാണിത്? ഈ ഗോഡൌൺ എന്ന് പറയുന്നത് കലയന്താനിയാണ്. കലയന്താനി ചെലവ് പോകുന്ന വഴിക്കാണ്. തൊടുപുഴ കലയന്താനിയിൽ നിന്ന് ചെലവ് പോകുന്ന വഴിക്കുള്ള ഗോഡൌണിൽ നേരത്തെ ഈ പ്രതിയായിരുന്ന ആൾ കേറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്ന ഗോഡൌണാണ്. ഈ ഗോഡൌണിൽ നേരത്തെ ഗോഡൌണാണ്, നേരത്തെ കേറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്ന ഗോഡൌണാണ്. ഈ ഗോഡൌണിനുള്ളിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കുഴിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്നത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇപ്പോൾ ഈ 3 പേര് കസ്റ്റഡിയിലായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെ പേര് വിവരങ്ങൾ എന്താണ്? ഇതിൽ ഈ നേരത്തെ ബിജുവുമായി ബന്ധമുണ്ടായിരുന്നയാൾ ജോമോൻ എന്ന് പറയുന്ന ആളാണ്. ജോമോൻ നേരത്തെ കാറ്ററിംഗ് സ്ഥാപനം നടത്തുകയായിരുന്നു. അതിനുശേഷം ഈ കൊല്ലപ്പെട്ട ബിജുവും ജോമോനും ചേർന്ന് കാറ്ററിംഗും മറ്റ് ബിസിനസ്സുകളും നടത്തി. അതിനുശേഷം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് ഇവർ ഈ പോലീസിൽ പരാതിപ്പെടുന്നു. ജോമോനാണ് പോലീസിൽ പരാതിപ്പെടുന്നത്. തന്റെ സ്വത്തുവകകൾ ഈ പറയുന്ന ബിജു തട്ടിച്ചെടുത്തു എന്ന രീതിയിൽ പോലീസിൽ പരാതിപ്പെടുന്നു. അതിനുശേഷം അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പണം തിരികെ മേടിക്കുന്നതിന് വേണ്ടി ഒരു കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായം ജോമോനും, അതായത് ജോസഫ്, നമുക്ക് ഇങ്ങനെ വായിക്കാം, ഈ ബിജുവും ജോമോനും സുഹൃത്തുക്കളായിരുന്നു, പങ്കുകച്ചവടക്കാരായിരുന്നു. അവർ ഒരുമിച്ച് ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ തെറ്റുന്നു. ബിജു തന്റെ പണമൊക്കെ തട്ടിയെടുത്തു എന്നൊരു രീതിയിലേക്ക് ജോമോൻ പോകുന്നു, പോലീസിൽ പരാതി നൽകുന്നു. അതിന്റെ തുടർച്ചയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ജോമോനും നേരത്തെ ജോമോൻ ഒറ്റയ്ക്ക് കാറ്ററിംഗ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നയാളാണ്. അതിനുശേഷം ഈ കാറ്ററിംഗ് സ്ഥാപനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മറ്റു ബിസിനസ്സുകൾ ഉണ്ടായിരുന്ന ഈ ബിജുവുമായി ഇതാകുന്നത്. ഈ ജോമോൻ എന്ന് പറയുന്ന ആൾക്ക് കാറ്ററിംഗ് സർവീസ്, അതുപോലെ ടൂറിസ്റ്റ് ബസ് സർവീസ്, ആംബുലൻസ് സർവീസ്, അങ്ങനെ വിവിധ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബിജു എന്ന് പറയുന്ന ആൾക്ക് തൊടുപുഴ ചുങ്കത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ നിന്നുണ്ടായ പരിചയമാണ് ഈ ജോമോന്റെ വണ്ടികൾ അവിടെ പണിയാൻ കൊണ്ടുപോയി. അങ്ങനെ ഒരു പരിചയം ഉണ്ടാകുന്നു. ആ പരിചയത്തെ തുടർന്ന് ആണ് ഇവർ തമ്മിൽ അടുക്കുന്നത്. അതിനുശേഷം ഇവർ പങ്കുകച്ചവടക്കാരാകുന്നു, കാറ്ററിംഗ് ബിസിനസ്സിൽ പങ്കുകച്ചവരാകുന്നു. അതിനുശേഷം ഇതിനകത്ത് ഈ പിന്നീട് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഈ ബിജു ഈ ആദ്യം കൊടുത്ത ഈ സാധനങ്ങൾ, വാഹനങ്ങളടക്കം തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ വരികയും അതിനെ തുടർന്നാണ് ഡിവൈഎസ്പിക്കും തൊടുപുഴ ഡിവൈഎസ്പിക്കും അതുപോലെ തന്നെ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലടക്കം ജോമോൻ പരാതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായ ഇതിൽ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നില്ലാവാം. ഏതായാലും കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായം തേടിയതാണ്
ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മനു. ഈ കൊട്ടേഷൻ സംഘങ്ങൾ തട്ടിക്കൊണ്ടു പോയപ്പോൾ വാഹനത്തിൽ വെച്ച് ഈ ബിജുവിനെ ഉപദ്രവിച്ചിരുന്നു, അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്നാണല്ലേ ഇപ്പോൾ ഇവർ പറയുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ തട്ടിക്കൊണ്ടു പോകലിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അപ്പോൾ ഉപദ്രവിച്ചു, ആ രീതിയിലാണ് മരണം സംഭവിച്ചത് എന്നാണോ ഇവർ വിശദീകരിക്കുന്നത്? എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. പോലീസാണ് ഇനി അന്വേഷണം നടത്തേണ്ടത്. പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പണം തിരികെ മേടിക്കുക, ഗൂഗിൾ പേ ഉപയോഗിച്ച് പണം തിരിച്ചു മേടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഈ ബിജു ഫോൺ എടുത്തിരുന്നില്ല. പക്ഷേ ഈ വണ്ടിയിൽ ഈ നിലവിളിച്ചതിനെ തുടർന്ന് നിലത്ത് ചവിട്ടിപ്പിടിച്ചു, വാഹനത്തിൽ ഉള്ളിൽ വെച്ച് ചവിട്ടിപ്പിടിച്ചപ്പോൾ ഈ മരണം സംഭവിച്ചു എന്ന രീതിയിലാണ് ഇവർ മൊഴി കൊടുത്തിരിക്കുന്നത്. പോലീസ് മറ്റ് അന്വേഷണങ്ങൾ തുടരുകയാണ്. ഏതായാലും മറ്റ് കേസുകൾ, നിരവധി കേസുകൾ പ്രതിയായ 3 പേരെയാണ് പോലീസ് ഈ കൊട്ടേഷൻ സംഘടനകളായി പിടിച്ചിരിക്കുന്നത്. ഒപ്പം ജോമോൻ എന്ന് പറയുന്ന ആളെയും മനസ്സിലായി. നമ്മുടെ ഈ ചുങ്കം എന്ന് പറയുന്നത് ഈ പാലായിൽ നിന്ന് വന്നിറങ്ങുന്ന ആ വഴി ഇറങ്ങുന്ന ആ പ്രദേശമല്ല, ആ ഭാഗമല്ലേ ടൗണിനോട് ചേർന്ന് കിടക്കുന്നേ ഈ ബിജുവിന്റെ സ്വദേശം? ഈ ചുങ്കം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശമല്ലേ? ചുങ്കം എന്ന് പറയുന്നത് തൊടുപുഴ ടൗണിനോട് ചേർന്നുള്ള നമ്മുടെ പാലാ റൂട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള ഈ പിന്നീട് അതായത് തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെട്ടു, ഇയാൾ മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കലയന്താനിയിലുള്ള ഗോഡൌണിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയായിരുന്നു ഈ കാപ്പ കേസ് പ്രതികൾ, അല്ലേ? അത്തരത്തിലാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പ്രതികളെ 4 പേരെയും ഇവിടെ എത്തിച്ച് പരിശോധന തുടരുകയാണ്. നമ്മൾ ഈ പോലീസിനോട് സംസാരിച്ചപ്പോൾ അവർ ഇതിൽ നമ്മളോട് ഏത് രീതിയിലാണ് ഒരു വ്യക്തത വരുത്തിയത്? ഇപ്പോൾ ഈ മൊഴികളൊക്കെ നമുക്ക് മനസ്സിലായി, പോലീസ് അതിൽ സംശയിക്കുന്നത് എന്താണ്? അവരുടെ ഒരു നിഗമനം എങ്ങനെയാണ് അവർ പങ്കുവച്ചത്? നേരത്തെ ഈ തരത്തിൽ ഈ പ്രതികളിൽ ഒരാളെന്ന് പറയുന്ന ആളുമായിട്ട് ഈ ബിജുവിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പോലീസിനും അറിയാവുന്ന കാര്യമാണ്. കാരണം പോലീസിലും ഇത്തരത്തിൽ പരാതികൾ നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇയാളെ കാണാനില്ല എന്നുള്ള രീതിയിലുള്ള പരാതി വന്നപ്പോൾ ഇവരെ ട്രേസ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിടിയിലായത്. അതിന്റെ ഇടയിലാണ് മറ്റൊരു കേസിൽ പ്രതിയായ ഈ കാപ്പ കേസ് പ്രതിനെ അന്വേഷിച്ച് എറണാകുളത്ത് നിന്ന് പോലീസ് വരുന്നത്. പോലീസ് വരുമ്പോൾ ഇവിടെ ഈ കാപ്പ കേസ് പ്രതി മൊബൈൽ ഓണാക്കി അതിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്താണ് ഈ പോലീസ് ഇവിടെ എത്തുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ ഈ ഗോഡൌണിൽ പുറകു ഭാഗത്ത് ഈ കുഴിച്ചിടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഈ ഗോഡൌണിന് മുമ്പ് ഭാഗത്ത് വെച്ച് അയാളെ മാത്രം കയറ്റിക്കൊണ്ടു പോകുന്നു പോലീസ്. പക്ഷെ അതിന്റെ ആ സമയത്ത് പുറകിൽ ഈ സംഭവങ്ങൾ നടക്കുകയായിരുന്നു, മറവ് ചെയ്യുന്ന സംഭവങ്ങൾ നടക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും ഇയാളെ കലയന്താനിയിലെ ഈ ഗോഡൌൺ ഉണ്ടല്ലോ, ഇത് ജനവാസ മേഖലയൊക്കെ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണോ അതോ ഒറ്റപ്പെട്ട സ്ഥലമാണോ? മനു, ഇത് ജനവാസ മേഖല തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കലയന്താനി ടൗണിൽ നിന്ന് ചെലവിന് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ നേരത്തെ കാറ്ററിംഗ് സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഗോഡൌൺ ആണ്. ഇപ്പോൾ ഇവിടെ അത്തരം പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. മനു, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി കുഴിച്ചിട്ടപ്പോൾ ആർക്കും സംശയമൊന്നും തോന്നാതിരുന്നത്, അല്ലേ? ഇത് ഇപ്പോൾ ഇതിനകത്ത് സംശയത്തിലേക്ക് വന്നത് ഈ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആളുകൾ കണ്ടിരുന്നത് വ്യാഴാഴ്ച പുലർച്ചെ 4:45 കൂടിയാണ് ഈ കോലാനിക്കും ചുങ്കത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ച് സ്കൂട്ടറിൽ വരികയായിരുന്ന ഈ ബിജുവിനെ ഈ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി ആ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റുന്ന ആളുകൾ കണ്ടതിനെ തുടർന്നാണ് ഇത് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലാണ്, കൊട്ടേഷൻ ആണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വെളിയിൽ വന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ കാപ്പ കേസ് പ്രതിയെ വേറൊരു കേസിൽ ഈ കലയന്താനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കേസ് എല്ലാം കൂടി ലിങ്ക് ആവുകയാണ് ചെയ്തത്.